സിനിമ ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പക്ക ഒരു എന്താ പറയുക ഒരു കോളേജ് ലൈഫിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ശരിക്കും ഒരു നമ്മുടെ ആ ടൈമിലുള്ള പോകുന്ന സ്കൂള് കോളേജ് ആ ഒരു ഉണ്ടാകുന്ന ലവ് സ്റ്റോറീസ് ഒക്കെ ഒരു ഒറ്റ സീനിൽ നമ്മളിങ്ങനെ നൊസ്റ്റാൾജി പോലെ ഒരു പോകുന്ന ട്രാക്ക് ഉണ്ടല്ലോ. ശരിക്കും നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് പല 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 ഓർമ്മകള്, ചിരിക്കാൻ പറ്റുന്ന ഓരോ മെമ്മറീസ് ഈ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത സമയത്തൊക്കെ ഉണ്ടായിരുന്നു ആ ഫീൽ ചെയ്തപ്പോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിനക്കത് പടം ഇഷ്ടപ്പെട്ടോ? താങ്ക് യു വന്ദൻ, താങ്ക് യു സോ മച്ച്. സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് എനിക്ക് ഈ പോയിന്റ് തന്നെയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്. ഇപ്പം നമുക്ക് ഒരു പ്രേമം സ്കൂൾ ടൈമിലോ എപ്പോഴെങ്കിലും ഒരു പ്രേമം ഉണ്ടായിരിക്കുന്ന ആർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് കഥയായിരുന്നു. അത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഹുക്കിംഗ് ആയിട്ട് തോന്നിയത്. അതിനുശേഷം അതിനൊരു ക്ലോഷർ കിട്ടുക എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ മദൻ നറേറ്റ് ചെയ്തതും ഭയങ്കര രസമായിട്ടാണ്, ഇതിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര രസമായിട്ടാണ് ആൾ നറേറ്റ് ചെയ്തത്. സോ എനിക്ക് അതിന്റെ ഒരു ഭാഗമാവണം അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ എടുത്തത്. ரஜினிகாந்த் சார் படம் பார்த்துட்டு என்ன சொன்னாங்க? மீன்ஸ் he came for the premiere which is a very rare incident. So என்ன சொன்னாங்க படம் பார்த்துட்டு? First of all, thank you for coming. A very good evening to all of you. I'm very happy that we sat and watched the film with all of you to see the places you laughed in and you clapped in. It was wonderful. And I think Thambi and I are going to take Anuswara with us to Tamil cinema permanently. We're so happy. We're working with her and we're so proud of how she's done. I'll come to your question. I didn't forget that. And also, Abhi, thank you for Tourist Family accepting him as a director, and I hope you accept him as a hero as well. And for Thambi, me and Madan, please give us the same love you gave Tourist Family. So, to you, Appa watched the film yesterday, yes, and it was such an amazing feeling for all of us as a team. Appa's energy is so amazing. So when he came with that energy to watch our film, and he really liked it. And when I went to see him after that, he's like, super hit karna, show a shot. So that's what makes us very happy. Amish, this first time you are acting with a different director. So how was it from the beginning? Madan, more than a director, he's my close friend. So Tourist Family or co-director is Madan. So I know him from a long time. So கொஞ்சம் எனக்கு இஸ் கம்ஃபர்டபுள் தான். ஸோ என்னதான் இருந்தாலும் மதனுக்கு உங்களுக்கு ஒரு கம்ஃபர்ட் ஜோன் இருந்துச்சு. ஸோ அது ஈஸியாக தான் இருந்துச்சு, எந்த ப்ராப்ளமும் இல்லை. எங்களுக்கு எங்கள் சீனியர் ஆக்டர் யார் அனுஷ்வரா பார்க்கும்போது கொஞ்சம் வேகமாக இருந்துச்சு, மற்றபடி சிறு தான். Bro, your dance is getting viral in lot of places. So வயிறுலா? Thank you. getting lot of attention. So what is the secret behind that dance steps? சீக்ரெட்டா? I think choreographer master அவரோட டீச்சிங் தான். That's it. അനശ്വര, ഇന്നത്തെ പ്രശ്നം കഴിഞ്ഞപ്പോ തമിഴ്നാട്ടില് പുതിയ ക്രഷ് എന്നൊക്കെ എല്ലാരും പറയണേ. അപ്പൊ അങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ വന്നു തുടങ്ങിയോ? കാരണം ഇത് ഭയങ്കര ഡ്രീം റോളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭയങ്കര ആഗ്രഹമുള്ള റോളാണ്. ശരിക്കും അതിന്റെ ഒരു ഫുൾഫിൽമെന്റ് എന്തോരം ഉണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും? വളരെയധികം. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ലാസ്റ്റ്. ഞങ്ങൾ കുറെ അവിടെ തമിഴ്നാട്ടിൽ കുറെ ഡയറക്ടേഴ്സ് പടം കണ്ടു, അവരുടെ അഭിപ്രായം അറിയിച്ചു. പക്ഷെ അല്ലാതെ നമുക്ക് ഓഡിയൻസിന്റെ എടുക്കുന്ന ഒരു റെസ്പോൺസ് കിട്ടുന്നത് ഇന്നലെ ടോട്ടൽ ഒരു തിയേറ്ററിൽ ഇരുന്ന് റെസ്പോൺസ് കിട്ടുന്നത് ഇന്നലെ പ്രീമിയറിനായിരുന്നു. അപ്പൊ പ്രസ് പടം കണ്ടു, അവര് ഇറങ്ങി വന്നോണ്ടിരിക്കുന്നത് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര രസം. ആ ചിരി മുഖത്ത് കാണാം, ജസ്റ്റ് ഒരു സേക്ക് ഓഫ് ഇറ്റ് പറയുന്നല്ലാതെ അവരുടെ മുഖത്ത് ആ ചിരി കാണാം, അവരുടെ ആ ഒരു ഫുൾഫിൽമെന്റ് കാണാം. പടം കണ്ട് അവർ എൻജോയ് ചെയ്ത് ഇറങ്ങിയതിന്റെ ആ സന്തോഷം അവരുടെ മുഖത്ത് കാണാം, ജെന്യൂൻ ആയിട്ട്. അപ്പൊ അത് കണ്ടപ്പോ എന്താ പറയാ, ഭയങ്കര സന്തോഷം തോന്നി. കാരണം പടം ഞാൻ തുടങ്ങിയപ്പോ തൊട്ട്, കഥ ഞാൻ കേട്ടപ്പോ തൊട്ട് എനിക്കൊരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു. എനിക്ക് ആ ഷൂട്ട് തുടങ്ങിയതാണെങ്കിലും മൊത്തം അത് കഴിഞ്ഞപ്പോഴാണെങ്കിലും ഒരു അതിന്റെ വർക്ക് നടക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഉള്ളിൽ മൊത്തം ഒരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു. അപ്പൊ അതൊരു നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയിപ്പോ മറ്റന്നാൾ പടം ഇറങ്ങുമ്പോൾ ഓഡിയൻസിനെ കൂടി അറിയുമ്പോൾ എനിക്ക് അത് ഐ എം പ്രിറ്റി ഷുവർ അതൊരു നല്ല റെസ്പോൺസ് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ നിന്ന് അങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടിയ സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. റൈറ്റ് നൗ ഐ ഫീൽ സോ ഓവർവെൽംഡ്. Yeah, hi, Natkumari.
സാർ ഈ സിനിമ കാണുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഒരുപാട് സിനിമകൾ ഓർമ്മ വരും, ലൈക്ക് 96 അന്ന് മാത്രമല്ല. അപ്പം എപ്പോഴെങ്കിലും ഇത് കമ്പാരിസൺ, ഈ സിനിമ ഇറങ്ങിയാൽ കമ്പാരിസൺ വരുമോ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ടോക്ക് വരുമെന്ന് എപ്പോഴും തോട്ട് വരുമോ? 96ஓட கம்பேரிஷன் வருமோன்னு கேட்குறீங்க? யா அது சொல்லுவாங்க. பட் நீங்கள் படம் பார்த்துட்டீங்க, அந்த ஒரு ஒரு நாஸ்டாலஜிக்கை தொட்டு வரும்போது கடைசியாக ஒரு சூப்பர் ஹிட்டான படம் 96. ஸோ அதனால அந்த ஞாபகங்கள் வரதுக்கான வாய்ப்பு இருக்கு. பட் அது ஒரு நல்ல விஷயமா தான் பார்க்குறேன். இட்ஸ் நாட் அ பேட் திங் ஆக்சுவலி. யா സാർ ഈ ഇങ്ങനൊരു തോട്ട് വരാനുള്ള കാരണം എന്താണ്? നോർമലി എല്ലാ ലവ് സ്റ്റോറീസിലും ഉണ്ടാവും. നമുക്കിപ്പം ചിലപ്പോൾ റിയൽ ലൈഫിൽ നമുക്ക് കണക്ട് ചെയ്യുന്ന ലവ് സ്റ്റോറീസ് ഉണ്ട്, സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫ് കൊണ്ടാണ്. ഈ ഒരു സ്റ്റോറി ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ആ ഒരു തോട്ട് എന്തായിരുന്നു? இல்லை அப்படிலாம் இல்லை. இட்ஸ் லைக் எவ்ரி ஒன் ஸ்டோரி. எல்லாத்துக்குமே ஒரு சின்ன ஒரு ஒயில்டான ஒரு ஆசை இருக்கும்ல, நம்ம சொல்லாத ஒரு கிரஷ்கிட்ட சொல்றதுக்கான சான்ஸ் கிடைச்சா எப்படி இருக்கும் அப்படின்ற அந்த ஒரு பாயிண்ட் தான் இந்த கதையை டிரைவ் பண்ணுச்சு. யா ஸோ இட் வில் பி கனெக்டட் டு எவ்ரி ஒன், ஐ திங்க் ஸோ. ஸோ யா MRP ഫീൽ ഗുഡ് ഫിലിംസോട് ഒരു எல்லாமே ആ ജോണർ இருந்தாலும் ஃப்ரெஷ்ஷா இருக்கும் ஒரு ஃபீல். ஸோ இப்படி அந்த ப்ராசஸ் இது போட்டு இருக்கு புதுசா கதை தேடி தேடி. கதை தேடி தேடி நான் போகலை, கதை தேடி தேடி வருது. ஸோ குட் நைட் யா அந்த மாதிரி ஒரு அந்த ஒரு ஸ்னோரிங் சம்மந்தமாக ஒரு கதை வந்துச்சு. அண்ட் லவர் வந்து ஒரு டாக்ஸிக்கான ஒரு ரிலேஷன்ஷிப். அஃப்கோர்ஸ் டூரிஸ்ட் ஃபேமிலி எல்லாமே எங்களை தேடி வந்துச்சு. ஸோ இதுவும் அதே மாதிரி தான். மதன் வந்து ஆல்ரெடி எங்களுக்கு ரொம்ப தெரிஞ்ச பையன். ஸோ லவரில் கோ டைரக்டர் அண்ட் டூரிஸ்ட் ஃபேமிலியில் கோ டைரக்டர். ஸோ அவனோட ஜேர்னி எங்கள் கூட ரொம்ப பெருசு தான். ஸோ இமீடியட்டாக இந்த கதை மட்டும்தான் நானாக தேடி போனேன். ஏதாவது கதை வச்சுருக்கேன்னா சொல்லு அப்படின்னு சொல்லி நானாக கேட்ட கதை இதுதான். அப்போ தான் அவன் ஒரு 2 weeks முன்னாடி எங்கேயோ போயிருக்கிறான். போயிட்டு ரொம்ப ஒரு 2 weeks அவன் எழுதப்பட்ட ஒரு கதை தான் அது. ஸோ அவனோட ஒரு ஃபீல் குட்டான ஒரு விஷயம் தான். ஸோ இன்னும் அடுத்த ஒரு கதை கேட்டிருக்கிறோம். ஸோ அதுவும் ஒரு மாதிரி ஒரு நல்ல ஒரு ஜானராக தான் இருக்குது. ஸோ ஃபீல் குட் ஃபீல் குட் இருக்குது. அது ஒரு மாதிரி ஜாலி, ஒரு ஃபன், அந்த மாதிரி ஒரு ஸ்கிரிப்டாக தான் இருக்குது அது. நல்லா இருக்கு. இது உங்களுக்கு பிடிச்சிருந்துச்சா? நைஸா. 4 படத்துல எது பிடிச்சிருக்கு? நாமளும் கொஸ்டின் கேட்போமே கொஞ்சம். குட் நைட் தான் ஆல் டைம். டூரிஸ்ட் ஃபேமிலி வெளியே அது வந்து without any knowing about the project I was still so I like. சூப்பர். இது பிடிச்சிருந்தா? It's nice. சூப்பர். தேங்க்யூ. சௌந்தர்யா மேம், you are the director of Pachadiyan. So எப்போ டைரக்ட் பண்ண போறீங்க? அந்த மாதிரி தாட் எல்லாம் இப்போ வந்து கொஞ்சம் ஈஸியா முடியும்ல, அவுட் ஆஃப் பாக்ஸ் தாட். Thank you. I am working on my script. I'll direct very soon this year. Thank you. எந்த ஹீரோ? இங்க இருக்க ஒரு hero, but not decided. I'm still working on the script. Thank you for mentioning Coach Aliya. Thank you. அபிஷ். So ஆக்டரா பிஸி ஆயிடுச்சா? டைரக்டரா? நீங்க எல்லாம் நல்லா எழுதுனீங்கன்னா பிஸி ஆகுவேன். ஸோ ரைட் வெல் ஐ பி பிஸி. ஸோ எஸ், என்ன எதுவும் பண்ணல இப்போதைக்கு. இதுதான் டூரிஸ்ட் ஃபேமிலி வந்து ரொம்ப ஸ்பார்க் மாதிரி இருந்தது அந்த ஸ்டார்டிங் as an actor. பட் இது வந்து ஃபுல் மேட்ச் பண்ணிட்டு. ஸோ அதுக்கப்புறம் என்ன மீன்ஸ் ஆக்டரா எப்படி ஃபுல்ஃபில்மெண்ட் ஆயிடுச்சு? ஃபேக்டர் ஆஃப் ஃபுல்ஃபில்மெண்ட் ஆயிடுச்சு. எல்லா எக்ஸ்பிரஷன்ஸ், எமோஷன்ஸ் எல்லாமே பண்ணியாச்சு. டான்ஸ் எல்லாமே பண்ணியாச்சு. ஃபைட் பண்ணியாச்சு. இன்னும் சிங்கிங் மட்டும் தான் பெண்டிங், அதுவும் பண்ணிடுறேன். எஸ், எல்லாம் ഫുൾഫിൽമെന്റ് ആയിடுச்சு. ഇതിന്റെ ഷൂട്ടിംഗ് ടൈമിൽ അനശ്വരക്ക് എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്ന? പഴയ ഓർമ്മകളൊക്കെ റൊമാൻറ്റിക് റൊമാൻറ്റിക് മൊമെന്റ്സ് ഒക്കെ ഓർമ്മയിൽ വന്നിട്ടുണ്ടായിരുന്നു അനശ്വരക്ക്? അതെ, എന്റെയോ? அவங்க அம்மா அங்க ഉണ്ട്. അവിടെ ഇരിക്കണം. അപ്പൊ എന്റെ റൊമാൻറ്റിക് മൊമെന്റ്സിനെ പറ്റിയിട്ട് ഞാൻ പറയാതിരിക്കുന്നത്. പക്ഷെ അതെല്ലാവർക്കും കണക്ട് ആവുന്നതായിരുന്നു. സ്കൂൾ ടൈമില് നമുക്കൊരു ക്രഷ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ
ചിലപ്പോൾ നമ്മൾ മിക്കതും കണ്ടേക്കുന്ന ഒരു എന്താ പറയാ ഒരു ഹീറോയുടെ സൈഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരു അപ്പുറത്തെ ഒരു നായകന്റെ സൈഡിൽ നിന്നായിരിക്കും നമ്മൾ മിക്കത് കണ്ടേക്കുന്നത്. അതൊരു പെണ്ണിന്റെ സൈഡിൽ നിന്ന് എനിക്ക് കുറച്ച് കണക്ഷൻ വന്നായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. എങ്ങനെ നായകനെ റൊമാൻറ്റിക് ഹീറോക്ക് പഴയ ജ്ഞാപകം பழைய ஞாபகம் எனக்கா இதுலையா அது இருக்கு ஸ்கூல் டேஸ் மெமரிஸ் நிறைய அதான் கேட்டீங்க. ஸ்கூல் டேஸ் மெமரிஸ் நிறைய ஞாபகம் வந்துச்சு. உங்களுக்கு ஞாபகம் வந்துச்சு அவங்களோட எக்ஸ்ல வரதுங்களா? ஓகே, எக்ஸ்ல இருந்தாலும் டெக்ஸ்ட் பண்ணக்கூடாது வீட்டுக்கு போயிட்டு. எஸ் തണ്ണീർമത്തനങ്ങൾ തണ്ണീർമത്തം ഇറങ്ങിയ സമയത്ത് അതൊരു ട്രെൻഡിങ് ആയിരുന്നു. അതിലെ പാട്ടുകളായാലും അതിലെ സീനുകളായാലും നിങ്ങളുടെ കോമ്പാറ്റും ആ കോംബോ ഏറ്റവും കൂടുതൽ വൈറലായിരുന്നു. എനിക്കൊന്ന് ഈ സിനിമ ഇറക്കുമ്പോൾ ചിലപ്പോൾ ഈ കോംബോയും ആ സ്കൂൾ ഡേയ്സിലും ഇതൊക്കെ ആയിരിക്കും ഇച്ചിരി വൈറലാകാൻ ചാൻസ് കൂടുതൽ. വീണ്ടും ഒരു സ്കൂൾ ലവ് അങ്ങനെ ഒരു വരാൻ ചാൻസ് ഉണ്ടോ? ഹോപ്പ്ഫുള്ളി അത് അങ്ങനെ വന്നാൽ നന്നായി. വരേണ്ട സാധ്യതകളുണ്ട്. വന്നാൽ നന്നായിരുന്നു. ഈ പറഞ്ഞ പോലെ സ്കൂളിലെ ചില ഇന്നസെൻസ് കാണിക്കുന്ന കുറെ നർമ്മ മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട്. അപ്പൊ അത് വന്നാൽ വളരെ വളരെ നന്നായിരിക്കും. അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ തമിഴിൽ ഇപ്പൊ മൂന്നാമത്തെ ചിത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഇപ്പൊ മൂന്ന് ടൈപ്പ്, അതായത് സ്കൂൾ കാലഘട്ടം ഉണ്ടായിരുന്നു കുറച്ചുകൂടെ യൂത്ത് ആയിട്ടുള്ള കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള റോള്, ഇപ്പം ഇങ്ങനത്തെ ഒരു റോള്. അപ്പം ചെയ്യുന്ന കഥാപാത്രങ്ങൾ എന്റെ ഓഡിയൻസുമായിട്ട് കണക്റ്റഡ് ആവണോ, അല്ലെങ്കിൽ എത്രത്തോളം സീരിയസ് ആണെന്നുള്ളത് ഇപ്പോഴും കോൺഷ്യസ് ആണോ? ഞാൻ ഇപ്പൊ തക്സും റാങ്കി ചെയ്യുന്നത് ഞാൻ എന്റെ രണ്ടാമത്തെ സിനിമയായിട്ടാണ്. സുജാത കഴിഞ്ഞാൽ ചെയ്യുന്നത് റാങ്കിയാണ്. 7-8 വർഷം മുന്നെയാണ്. അപ്പൊ ആ സമയത്ത് ഇനി ഒരു തമിഴ് പടം വന്നപ്പോൾ ഞാൻ അങ്ങനെ എക്സൈറ്റ്മെന്റിൽ ഞാൻ പോയതാണ്. അതിന് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നില്ല. ക്യാരക്ടർ എത്രത്തോളം ആൾക്കാരുടെ ഇടയിൽ ഇറങ്ങും, അത് സീരിയസ് റോളാണോ കോമഡി ആണോ എന്ന് ഞാൻ കോൺഷ്യസ് ആയിട്ടില്ല. ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ പോയതാണ്. തക്സും എനിക്ക് ബൃന്ദാ മാസ്റ്റർ എനിക്ക് പരിചയം ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു പാർട്ടാണോ എന്നുള്ളത് കൊണ്ട് പോയതാണ്. പിന്നെ ഞാൻ ഇപ്പോഴാണ് എനിക്ക് ആ ക്യാരക്ടറിനെ പറ്റി ഞാൻ ആലോചിച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോഴാണ്, റീസെന്റ് ആണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടറിന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ എനിക്ക് തോന്നുന്നത് ഓഡിയൻസിന്റെ അടുത്ത് കണക്ട് ചെയ്യാനുള്ള നല്ലൊരു ക്യാരക്ടറാണ്, നല്ലൊരു സിനിമ, അതിന് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഇപ്പൊ യെസ് അങ്ങനെയാണ് ഞാൻ ഈ പടം ചൂസ് ചെയ്തത്. ഇപ്പൊ ഞാൻ അത് നോക്കുന്നുണ്ട്. എനിക്ക് മുന്നേ ഞാൻ അത്രയും എന്താ പറയാ അത്രയും ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് അത് ആലോചിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ കോൺഷ്യസ് ആയി നോക്കി തുടങ്ങിക്കൊണ്ടിരുന്നത്. ഇതിനകത്ത് കുറെ സീനുകളുണ്ട്, ഭയങ്കര ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടുള്ള. അതിൽ ഏറ്റവും റിലേറ്റഡ് ട്രെയിനിന്റെ സീക്വൻസ് ആയിരുന്നു. ഞാൻ പേഴ്സണലി ആലോചിച്ചിട്ട് എന്തെങ്കിലും ആ കൊച്ചുങ്ങളൊക്കെ ഒന്ന് തിരിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എന്ന്. ശരിക്കും അത് ഷൂട്ട് ചെയ്യുമ്പോ എങ്ങനെയായിരുന്നു അങ്ങനത്തെ മൂവ്മെന്റ്സ് ഷൂട്ട് ചെയ്യുമ്പോ? അതെനിക്ക് ഭയങ്കര, എനിക്ക് സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോർഷനാണ്. എനിക്ക് ആ സീനാണത്. എനിക്ക് നറേറ്റ് ചെയ്തപ്പോഴും ഞാൻ കുറെ ചിരിച്ച ഒരു സീനാണത്. ഈ പറഞ്ഞ പോലെ ക്ലീഷേ ബ്രേക്കിംഗ് നല്ല യൂഷ്വലി എക്സ്പെക്ട് ചെയ്യുന്നത് അവിടെയുള്ള ഒരു സ്ലോ മോഷൻ, കൊച്ചിനോട് കളിക്കുന്ന ഒരു നായകന്റെ പിഒവിലുള്ള സ്ലോ മോഷൻ ആയിരിക്കും. പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് അവിടെ ഒരു എന്താ പറയാ അതിലൊരു നായകൻ ചമ്മിപ്പോന്നൊരു സാധനം എടുത്തത് എനിക്ക് ഭയങ്കര വർക്കായിരുന്നു. അത് ഷൂട്ട് ചെയ്തപ്പോഴും ആ പയ്യനും ആക്ച്വലി ഓടി തന്നെയാണ് എന്നെ മുഖത്തൊക്കെ വിളിച്ചപ്പോൾ അവിടെ സെറ്റിൽ എല്ലാവരും ബാക്കിൽ നിന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. സോ ആ ഷൂട്ട് ചെയ്തതും ഭയങ്കര രസമായിരുന്നു. അത് സിനിമയിൽ എന്നെ വൺ ഓഫ് ദി ഫേവറേറ്റ് സീൻസ് ആണത്. ശരിക്കും മലയാളി പ്രേക്ഷകര് അനശ്വരയുടെ നസ്രീൻ, മാത്യു, മമിത ഈ ഗാങ്ങിനായിട്ടുള്ള ഒരു ഫിലിംസ് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടല്ലോ നസ്ലിന്റെ ഒക്കെ നമ്മൾ ഒരുമിച്ചോ? അങ്ങനെ ഒരുമിച്ച് നമുക്ക് അങ്ങനെ ഒരു നല്ല സ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരുമിച്ച് തേടി വന്നിട്ടില്ല. അങ്ങനെ തീർച്ചയായിട്ടും ഒരു പടം നമ്മളങ്ങനെ വരികയാണെങ്കിൽ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പടം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വളരെ വളരെ സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ശരണ്യ ടൈമിലാണ് നമ്മൾ ലാസ്റ്റ് വർക്ക് ചെയ്ത്. അഫ്കോഴ്സ് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. ഹലോ, നമ്മള് മലയാളി ഓഡിയൻസ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് മലയാള ഫിലിംസ്. എപ്പോഴാണ് ഒരു മലയാളം ഫിലിം ഈ വർഷം റിലീസ് ഉണ്ടാവോ? ഈ വർഷം ഒരു പടം ഇപ്പൊ ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ, ആയിട്ടില്ല. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നേ ഉള്ളൂ. മേ ബി, പക്ഷെ എനിക്കോട് പറയാൻ പറ്റില്ല. മേ ബി എനിക്കും ആഗ്രഹമുണ്ട്. എനിക്കിത് ഇവിടെ ഒരു പടം ചെയ്യാൻ. അതിനൊരു എന്താ പറയാ ഒഫീഷ്യലി ഒരു അനൗൺസ്മെന്റ് വരുന്നേ ഉള്ളൂ. ഇപ്പൊ മലയാളത്തിൽ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത ഫിലിംസ് ഉണ്ടല്ലോ. ഷൂട്ട് കംപ്ലീറ്റ് ഏതുകൊണ്ടോ അത് എല്ലാം ഇറക്കി കഴിഞ്ഞ് ഇപ്പം ലാസ്റ്റോടുകൂടി ഇറങ്ങി. ഇനി ഷൂട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പെരുങ്കളിയാട്ടം ഉണ്ട്. അത് ഷൂട്ട് കഴിഞ്ഞിട്ട് കുറെ ആയി.
അതിന് എനിക്കൊന്ന് പോസ്റ്റ് വർക്ക് നടക്കുന്നു, കുറച്ചായി പോസ്റ്റ് വർക്ക് നടക്കുന്നു. ഇറങ്ങുമായിരിക്കും ഈ വർഷം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബോധപൂർവ്വമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു എന്ത്? മലയാളം സിനിമ ചെയ്യണം എന്നുള്ളത്. മലയാളത്തിൽ കുറച്ച് ബ്രേക്ക് എടുക്കല്. മലയാളത്തിൽ ബ്രേക്ക് എടുക്കാനോ? അല്ല, അങ്ങനൊന്നുമില്ല. ഞാൻ അവിടെ ബ്രേക്ക് എടുത്ത് ഞാൻ അവിടെ പോലെ എനിക്ക് ഞാനും നല്ല പുറത്തെ ഭാഷയിൽ എനിക്ക് നല്ല സിനിമകൾ വരുമ്പോ അതിൽ നല്ലത് ചൂസ് ചെയ്യുന്നു. എനിക്ക് നല്ല ഇറസ്പെക്റ്റീവ് ഓഫ് ഇൻഡസ്ട്രി എനിക്ക് നല്ല സിനിമകളുടെ ഭാഗമാണ്. അത് എന്നെ തേടിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം മലയാളം സിനിമ കണ്ടിട്ടാണല്ലോ അവരെന്നെ വിളിക്കുന്നത്. അപ്പൊ അത് അവിടത്തേക്ക് എത്തുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. എനിക്ക് ബോധപൂർവ്വം ഇവിടുന്ന് ബ്രേക്ക് എടുക്കണമെന്നൊന്നും. We'll be having only 2 more questions. അതിനുശേഷം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ആക്ച്വലി റിയൽ ലൈഫിൽ റൗഡി ബേബിയാണോ? ഞാനോ? അങ്ങനെ അമ്മയും ചേച്ചിയൊക്കെ ആണെന്ന് പറയുന്നു. അപ്പൊ ആക്ച്വലി ബോഡി ലാംഗ്വേജ് സിനിമയിൽ വന്ന 2-3 സീൻസിൽ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പക്കായിരുന്നു. അല്ല, ഞാൻ എന്റെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ ഏറെക്കുറെ അങ്ങനെയൊക്കെ അത്ര എക്സ്ട്രീം ഇല്ലെങ്കിൽ ഞാൻ ഏറെക്കുറെ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കുറച്ച് എക്സ്ട്രീം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള അങ്ങനെ ഒരു കറക്റ്റ് നടക്കുന്ന ടൈപ്പ് തന്നെയായിരുന്നു. സോ അതെനിക്ക് കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും മേഖലയും ക്യാരക്ടറും ഒക്കെ ആയിരുന്നു. സീൻസ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നോ അതോ സ്വയം ഓഫ്കോഴ്സ് മതൻ എക്സ്പ്ലെയിൻ ചെയ്യും. സീൻ വന്ന് ഇങ്ങനെയൊക്കെയാണെന്ന് അതെ ആക്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരും. അത് റിയൽ ലൈഫില് ഇപ്പൊ എക്സിനെ കാണാൻ ഒരു അവസരം കുറെ കാലം കഴിഞ്ഞിട്ട് ഒന്നാണെങ്കിൽ അത് എക്സെപ്റ്റ് ചെയ്യോ? കാണാൻ പറ്റും? ഇല്ല, താല്പര്യമില്ല. ഞാൻ എങ്ങനെ ക്ലോഷർ കിട്ടിയാലേ സമാധാനത്തിലുള്ളൂ എന്നൊന്നുമില്ല. ഇപ്പൊ നല്ല സമാധാനത്തിലാണ്, ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. இந்த கதை என்னோட நிஜ கதை தானே? இல்ல அப்படி இருந்தா நீ வில்லனா இருப்பியா இல்ல ஹீரோவா இருப்பியா என்னோட கதையில? காமெடியா நிஜ கதையெல்லாம் இல்ல. லைக் பார்ட் ஆஃப் ஸ்டோரிஸ் ஃப்ரம் நிறைய பார்த்தது கேட்டது அந்த மாதிரியான விஷயங்கள் கம்ப்ளீட்டா ஒரு மாதிரி ஃபிக்ஷன் தான். ஸோ அதனால இதுல என்ன வில்லன் ஹீரோ ஆயிடும் அப்படி இல்ல, அந்த ஃப்ரெண்ட் ஆயிடலவா? அந்த ஹீரோ ஐயோ தினேஷா இல்ல தினேஷா சத்யாவான்னு கேக்குறாங்க. தினேஷா இருக்க மாட்டேன். பாரியா. Thank you. Thank you so much. Thank you. So now we are moving on to a photo. Everybody, please rise and please join in for a photo. So again, before we go, thank you so much for your time. Please do watch the film again with your families on Feb 6th and do support us all. Again, thank you very much. എല്ലാവരും കാണാൻ വന്നതിന് ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങള് പടം കണ്ടവർ നല്ല റിവ്യൂസ് തന്നെ പോയി ഇടണം. വളരെ നല്ല റിവ്യൂസ് തന്നെ പോയി പറയണം. എല്ലാ ഫാമിലീസിനെയും ഫ്രണ്ട്സിനെയും നിങ്ങളുടെ കാര്യം എക്സിനോടൊക്കെ കാണാൻ പറയണം. നിങ്ങൾ സെറ്റ് ആവണമെങ്കിൽ സെറ്റ് ആവണം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് കേട്ടോ, വന്ന് സപ്പോർട്ട് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. எஸ் தேங்க்யூ ஆல். ஃபர்ஸ்ட் ஆஃப் ஆல் இவ்வளோ வெயிட் பண்ணி படம் பார்த்ததுக்கு டூரிஸ்ட் ஃபேமிலி பயங்கரமாக சப்போர்ட் பண்ணீங்க. சேம் நீங்கள் வித்லவுக்கும் அதே சப்போர்ட் பண்ணுவீங்கன்னு நினைக்கிறேன். எனக்கு கொடுத்த அதே லவ் தான் மதலுக்கும் நீங்கள் எல்லாரும் கொடுக்கணும். அண்ட் இந்த படத்தை ப்ளீஸ் எல்லாருக்கிட்டையும் ஸ்ப்ரெட் பண்ணுங்கள். நீங்கள் உங்களால் மட்டும்தான் அதை பண்ண முடியும். ஸோ இட்ஸ் மை ஹம்பிள் ரெக்வஸ்ட். தேங்க்யூ ஸோ மச். தேங்க்யூ.